എൻ്റെ അമ്മേ, എന്ത് തിരക്കാണ് നമ്മളിവിടെ കാണുന്നതല്ലേ. എനിക്കറിയാം കുറച്ച് നേരമായിട്ട് നിങ്ങൾ എല്ലാവരും സ്റ്റേജിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. I know that all of you are very, very, very excited. So ലുലു മോൾ ഏറ്റവും അധികം തിരക്കിലായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. And we know the reason for our excitement, the reason behind this huge crowd. ഇന്ന് ലുലു മോളിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് ഒരു ഗംഭീര സമ്മാനം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആകുന്നത് എപ്പോഴും ഒരു വീക്കെൻഡ് വൈബ് വരുമ്പോഴാണ് അല്ലേ. ഫ്രൈഡേ ഈവനിങ്, സാറ്റർഡേ ഈവനിങ് ആണ് നമ്മൾ എപ്പോഴും ലൈഫ് കൂടുതലൊന്ന് ചില്ല് ചെയ്യാനായിട്ട്, വൈബ് ചെയ്യാനായിട്ട് കണ്ടെത്തുന്നത്. ആൻഡ് ടുഡേ ലൈക്ക് ഐ സെഡ്, വളരെ കാഷ്വലി എൻജോയ് ചെയ്യാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഫാമിലിയുടെ കൂടെ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ലുലു മോളിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് 2025 കിട്ടാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ സമ്മാനം തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ബിക്കോസ് വി ആർ ഗോയിങ് ടു സീ ആൻഡ് വി ആർ ഗോയിങ് ടു ലിസൺ ടു ദ വേർഡ്സ് ഓഫ് സം സൂപ്പർ സ്റ്റാർസ് ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. ആസ് യു കെൻ സീ, നമ്മളെല്ലാവരും ഒരു ട്രെയിലർ ലോഞ്ചിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെർ വിൽ ബി എ ക്വസ്റ്റ്യൻ ഇൻ യുവർ മൈൻഡ്, ആൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ്, ട്രെയിലർ ലോഞ്ചിന് പൃഥ്വിരാജ് സുകുമാരൻ വരുമോ ഇല്ലയോ എന്നുള്ളത്. What do you think? Will he be coming? Will he be coming, Lulu Mall? The answer is yes. അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ സ്വന്തം രാജുവേട്ടൻ ലുലു മോളിലേക്ക് നിങ്ങളെ കാണുന്നതിനായി എത്തിച്ചേരുന്നതാണ്. Very, very shortly we will be welcoming Prithviraj Sukumaran along with wonderful stars, actors, cast and crew of the film which we are going to talk about. അപ്പോൾ എല്ലാവരും ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തന്നെ കാത്തിരിക്കുക. Like I said, we are going to get some goosebumps with the grand entry of our stars. അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ നിങ്ങൾ എല്ലാവരും കൈയടിച്ച് ആ ഒരു എനർജി ഉൾക്കൊണ്ട് തന്നെ, with lot of happiness, with lot of pleasure, here I am availing this opportunity to welcome each and every one of you to Urvashi Theatres and Ginger Media presents Fira Food Flavor of India Petra Premium Steel Doors Vilayat Buddha Grand Trailer Launch, powered by Aquastar. A hearty welcome once again to each and every one of you. Excited ആണോ? Excited ആണോ? എല്ലാവരും ഇപ്പോഴേ മൊബൈൽ ഫോണൊക്കെ കയ്യിൽ പിടിച്ച് വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഐ ക്യാൻ സി ലോട്ട് ഓഫ് പീപ്പിൾ ദാ നമ്മുടെ എൻട്രൻസിലേക്ക് മൊബൈൽ പിടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. That clearly shows our excitement because നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ആരാധിക്കുന്ന താരങ്ങൾ തന്നെയാണ് ഇന്നത്തെ ദിവസം ലുലു മോളിൽ വിലായത്ത് ബുദ്ധ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനായിട്ട് എത്തുവാനായിട്ട് പോകുന്നത്. സോ ഹൗ ക്യാൻ വി ബി നോട്ട് എക്സൈറ്റഡ്? ഹൗ ആർ യു ഫീലിംഗ്? എനിക്കറിയാം ഇപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ കൈയടിച്ചില്ലെങ്കിലും ഒച്ച വെച്ചില്ലെങ്കിലും നമ്മൾ കാത്തു നിൽക്കുന്ന നമ്മുടെ താരങ്ങളെ ആ ഒരു എൻട്രൻസിൽ കാണുമ്പോൾ we can feel the vibration. അപ്പോൾ നിങ്ങളുടെ എനർജി നേരെ ലെവലാകുമെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ now can I get some energy as we have officially begun the grand trailer launch of Vilayat Buddha? എല്ലാവരും ഒന്ന് നല്ലപോലെ ഒച്ച വയ്ക്കാവോ? ഓക്കെ, ഒച്ച വയ്ക്കാൻ പറഞ്ഞപ്പോൾ ഒരൊറ്റ ആളാണ് ഒച്ച വെച്ചത്. അവിടെ നിന്നാണോ? ആ ചേട്ടനാണോ ഒച്ച വെച്ചേ? ആണോ? ഓക്കെ. Well, I can see some movements happening on the entry. So ladies and gentlemen, keep your fingers crossed. I think in just few seconds or few minutes we will be officially starting the grand trailer launch of Vilayat Buddha. Ladies and gentlemen, നമ്മളോടൊപ്പം വിലായത് ബുദ്ധ സിനിമയുടെ ഡയറക്ടർ ശ്രീ ജയൻ നമ്പ്യാർ സാർ എത്തിച്ചേർന്നിരിക്കുന്നു. We have Dhruvan as well here. നല്ലൊരു കൈ തന്നെ നമുക്ക് അവർക്കായി നൽകാം. Come on everyone, can you give a big round of applause? ഇതൊരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പേര് തന്നെയാണ് ശ്രീ ജയൻ നമ്പ്യാർ. സിനിമയുടെ വിശേഷങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളും നമ്മൾ കേൾക്കുന്നതാണ്. Once we officially begin the celebration, all I want to say is to hold your breath because this is going to be a very, very special evening. ഇത് ഞാൻ പറയേണ്ട ആവശ്യം തന്നെയില്ല. ക്യാമറ, ഫോൺസ്, മൊബൈൽ ഫോൺസ്, everything is up on the air. It's recording already. So ladies and gentlemen, be ready as we will be back in any minute from now. So this is the moment where Lulu Mall is getting all energetic and all vibrant.
യെസ്. സോ ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. വെരി warm good evening everybody and wholeheartedly welcoming each and every one of you to Urvashi Theatres and AVA Productions. Ginger Media presents Fira Food Flavor of India Petra Premium Steel Doors, the grand trailer launch of Vilayat Buddha, powered by Aqua Star. Yes, വിലായത് ബുദ്ധ. എനിക്ക് തോന്നുന്നു നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പേര് തന്നെയായിരിക്കും വിലായത് ബുദ്ധ. ചന്ദനമരത്തിൻ്റെയും ഡബിൾ മോഹനൻ്റെയും കഥ പറഞ്ഞ ശ്രീ GR ഇന്ദുഗോപൻ സാറിൻ്റെ നോവലാണ് വിലായത് ബുദ്ധ. 2021 ഫെബ്രുവരിയിലാണ് സിനിമയുടെ ആദ്യ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നത്. അന്ന് മുതലേ നമ്മൾ മലയാളികളെല്ലാവരും ഒരല്പം ഇമോഷണലായി തന്നെ ഒരുപാട് ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന ഒരു റിലീസാണ് വിലായത് ബുദ്ധയുടേത്. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. മലയാള ചലച്ചിത്ര ലോകത്തെ വിസ്മയിപ്പിച്ച ശ്രീ സച്ചി സാറിൻ്റെ പ്രോജക്റ്റാണ് വിലായത് ബുദ്ധ എന്ന് കേൾക്കുമ്പോൾ അതറിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇമോഷൻ ഉണ്ട്. അത് തരുന്നൊരു പ്രോമിസ് ആൻഡ് ഗ്യാരണ്ടി ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതിൻ്റെ വൺ ഓഫ് ദ പ്രൈം റീസണും അത് തന്നെയായിരിക്കും. And that's the reason why I told we were emotionally connected to the film when it was first officially announced. And finally, സിനിമ റിലീസിനോട് അടുക്കുകയാണ്. ഏകദേശം 2 മാസങ്ങൾക്ക് മുന്നേ സിനിമയുടെ ടീസർ നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. മറയൂർ, ചന്ദനമരം, ഇതെല്ലാം കേൾക്കുമ്പോൾ അത് നമുക്ക് തരുന്നൊരു ത്രില്ല്, അതിൻ്റെ ഒരു കിക്ക് വേറെ തന്നെയാണല്ലേ. ആൻഡ് ഓഫ് കോഴ്സ് ഡബിൾ മോഹനനായി നമ്മളെ എല്ലാവരെയും ഹരം കൊള്ളിക്കുന്നതിനായി തനി നാടൻ ലുക്കിൽ നമുക്ക് മുന്നിലേക്ക് എത്താനായി പോകുന്ന നമ്മുടെ സ്വന്തം രാജുവേട്ടൻ പൃഥ്വിരാജ് സുകുമാരൻ. And also we have wonderful cast in the film. Shami Thilagan, Priyamvada, Dhruvan and a lot of other wonderful actors as well. വിലായത് ബുദ്ധ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ ജയൻ നമ്പ്യാർ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് വിലായത് ബുദ്ധ. ഉർവശി തിയേറ്റേഴ്സ് ആൻഡ് AVA പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഫിലിം ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ശ്രീ സന്ദീപ് സേനൻ, written by ശ്രീ GR ഇന്ദുഗോപൻ ആൻഡ് ശ്രീ രാജേഷ് പിന്നാരൻ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും പാട്ടിൽ കൂടെ കൂടുതൽ ആഴത്തിൽ ലഹരിയിലാക്കി we have Jake's Bijoy's association in the film as well. So ladies and gentlemen, here we are officially beginning Urvashi Theatres, AVA Productions, Ginger Media presents Fira Food Flavor of India Petra Premium Steel Doors, the grand trailer launch of Vilayat Buddha powered by Aqua Star. നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് by marking a meaningful beginning. ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി പ്രൗഡായി ഒരുപാട് ഇമോഷണലായി തന്നെ സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുന്ന വ്യക്തിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്ത് തന്നെയാണ് നമ്മൾ ആരംഭിക്കുവാനായി പോകുന്നത്. I want all of you to give the loudest possible round of applause to the director of the film, Sri Jayan Nambyar. With a big round of applause, ladies and gentlemen, let us welcome Sri Jayan Nambyar sir on stage. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് വിലായത് ബുദ്ധ എങ്കിലും മലയാളികൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളൊരു താരം തന്നെയാണ്. സച്ചിൻ സാറിൻ്റെ ശിഷ്യനായിരുന്നു, അയ്യപ്പനും കോശിയും സിനിമയുടെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്ത് നമുക്ക് മുന്നിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വി ആർ വെരി ഹാപ്പി ആൻഡ് വി ആർ വെരി പ്രൗഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് അസ് വിലായത് ബുദ്ധ. ഒരുപാട് ഇമോഷണലാണ്, പ്രൗഡാണ്, മിക്സ്ഡ് ഫീലിങ്സ് ഒക്കെ ആയിരിക്കും. സോ എന്താണ് സർ മലയാളികളോട് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് വർഷത്തെ, ഒരു 4 വർഷത്തെ കഷ്ടപ്പാടും യാത്രയാണ് ഈ സിനിമ. അപ്പോൾ സച്ചിടൻ ചെയ്യാൻ വെച്ചിരുന്ന സിനിമയായിരുന്നു അത്. യാദൃശ്യം എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ, ഞങ്ങളെ കൊണ്ട് എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നന്നായി വരുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും കാണും, എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷൻ വാക്കുകളിൽ വളരെ വ്യക്തമാണല്ലേ.
തീർച്ചയായിട്ടും ഒരു ടീസർ മുന്നിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഡയറക്ടോറിയൽ ബ്രില്യൻസ്. അപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു മലയാളികൾ സ്വീകരിച്ചു, സിനിമയുടെ റിലീസിനായിട്ട് കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടി വിലായത ബുധ നമുക്ക് സമ്മാനിച്ചതിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. റിക്വസ്റ്റിംഗ് യു ടു കൈൻഡ്ലി റിമെയിൻ ഓൺ സ്റ്റേജ്. അടുത്തതായി വേദിയിലേക്ക് നമ്മളോട് ഇവരോടും സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നത് വിലായത ബുദ്ധയുടെ പ്രൊഡ്യൂസേഴ്സിനെയാണ്. With lot of happiness and love here, I am according a warm welcome to the producer, Mr. Sandeep Senan sir. നല്ലൊരു കൈ നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. Let me also wholeheartedly welcome executive producer Sri Sangeet Senan. With immense happiness and pleasure, I avail this opportunity to welcome line producer Sri Raghu Subhash Chandran, along with the project designer Sri Manu Alukal. Yes, അപ്പോൾ ഇനി കൂടുതൽ സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ തന്നെയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ട കൈ എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് ചൂണ്ടുന്നത്. സോ യെസ്, ഓവർ ടു യു സർ. ഗുഡ് ഈവനിങ് ഓൾ. ഇതും നേരത്തെ ജയൻ പറഞ്ഞ പോലെ ഒരു 4-5 വർഷത്തെ യാത്രയാണ്. സച്ചിയേട്ടനിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ സച്ചിയേട്ടനില്ലാതെ ഇവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോഴും ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്, ഞങ്ങളെ നോക്കിക്കാണുകയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റിയത് അദ്ദേഹത്തിൻ്റെ കൂടി അദൃശ്യമായൊരു എന്താ പറയുക, ഒരു പവർ അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയോണ്ടാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ 4 വർഷത്തെ ഈ ജേണിക്ക് ശേഷം വിലായത് ബുദ്ധ നിങ്ങളിലേക്ക് എത്തുകയാണ്, ഞങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് എത്തുകയാണ്. സോ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. പൃഥ്വിരാജിനെ പോലെ ഒരു നടൻ ഈ സിനിമയിൽ, അദ്ദേഹത്തിൻ്റെ കുറേ എഫേർട്ട് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരു ആക്സിഡൻറ്റ് പറ്റി ഏകദേശം കുറേ കാലം ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം വീട്ടിലിരിക്കേണ്ടി വന്നു ഈ സിനിമയുടെ ആക്സിഡൻറ്റ് കാരണം. അത് കഴിഞ്ഞ് വീണ്ടും റിവൈവ് ചെയ്ത് ഈ സിനിമയും അതുപോലെ ഉയർത്തെഴുന്നേറ്റൊരു സിനിമയാണ്. അപ്പോൾ ഇത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഇത് എല്ലാവരുടെയും ടീം വർക്കാണ്, ഒരു പറ്റം നല്ല ടെക്നീഷ്യൻസിൻ്റെ ഒരു ടീം വർക്ക് കൂടിയാണ് വിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ തീർത്തും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഈ സിനിമയ്ക്ക് ഞങ്ങളുടെ എന്താ പറയുക ബ്ലഡ് ആൻഡ് സ്വെറ്റ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജനങ്ങളിലേക്കാണ് എത്തുന്നത്. നിങ്ങൾ വിലയിരുത്തണം, നിങ്ങൾ കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉർവശി തിയേറ്റേഴ്സും AVA പ്രൊഡക്ഷൻസിൻ്റെ ബാനറും സംയുക്തമായി ചെയ്യുന്ന വിലായത് ബുദ്ധ നവംബർ 21 തിയേറ്ററുകളിലേക്ക് എത്തും. തീർച്ചയായിട്ടും എല്ലാവരും കാണണം എന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. താങ്ക്സ് എ ലോട്ട് സർ. സോ നവംബർ 21 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ആ ഒരു ടീം വർക്കിന് എല്ലാവിധ റിസൾട്ടും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ഈ ഒരു മൊമെന്റിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. മൂവിങ് ഓൺ, അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരെയും ഇമോഷണലി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിപ്പോൾ റൊമാൻസ് ആണെങ്കിലും സങ്കടമാണെങ്കിലും റേജ് ആണെങ്കിലും മോട്ടിവേഷൻ ആണെങ്കിലും ഇമോഷൻസ് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് കയറ്റി നമ്മളെ ഏറ്റവും അധികം ആകാശത്ത് കൊണ്ട് എത്തിച്ചിട്ടുള്ള മജീഷ്യൻ തന്നെയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഏതൊരു സിനിമ നമ്മൾ ഹൈപ്പ് കൊടുക്കുന്നത് ഓഫ് കോഴ്സ് ഡയറക്ഷന്റെ പേരിൽ നമ്മൾ ഹൈപ്പ് എക്സ്പെക്ടേഷൻ ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ വിത്ത് ദ കാസ്റ്റ് വി എക്സ്പെക്ട് ആൻഡ് വി ആന്റിസിപ്പേറ്റ് എ ലോട്ട് ഫോർ ദ ഫിലിം. അതേപോലെ തന്നെ ആ ഒരു ലേബലിൽ തന്നെ എത്തിയിരിക്കുന്ന പേരാണ് ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ വൺ ആൻഡ് ഓൺലി ജെയ്ക്സ് ബിജോയ്. With a big round of applause, let us welcome Jayks Bijoy. A very good evening all of you. ഈ ഒരു മൊമെന്റ് സത്യത്തിൽ ഒരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല, ഇതൊരു സെലിബ്രേഷൻ ഓഫ് പെർസിവിയറൻസ് ആണ് ഞാൻ പറയുന്നത്. ആൻഡ് ഈ ഇത്രയും കാലഘട്ടത്തിൽ, അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അയ്യപ്പനും ഘോഷിയും കഴിഞ്ഞിട്ട് സച്ചിയേട്ടൻ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റായിരുന്നു. അപ്പം അയ്യപ്പൻ ഘോഷി കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും കരുതിയിരുന്നു, ഇനി അങ്ങോട്ട് സച്ചിയേട്ടൻ്റെ പടങ്ങൾ മാത്രം ചെയ്താലെങ്കിലും മതി, വർഷത്തിൽ ഒരു പടമെങ്കിലും സച്ചിയേട്ടനെ കിട്ടുമല്ലോ. അത്രയും മനസ്സിൽ കൊണ്ടു നടന്നൊരു വ്യക്തിയാണ്
എൻ്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ സിനിമ തന്നെയാണ് അയ്യപ്പനും കോശി. അങ്ങനെ ആ ജേണി ഞാനിപ്പോൾ ഓർക്കുന്നത് സച്ചിയേട്ടൻ സർജറിക്ക് പോകുന്നതിന് മുമ്പ് വിളിച്ചിട്ട് നീ കുറച്ച് ജാപ്പനീസ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ, വിലായത്തിൽ അത് ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്. പക്ഷേ ആ ജേണി ഈ 4 വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയപ്പോൾ പോലും നമുക്കറിയാം രാജുവിൻ്റെ ഉണ്ടായ ഒരു ആക്സിഡൻറ്റിനെ പറ്റി അറിയാം. ജയൻ നമ്പ്യാർ അനുഭവിച്ച ഒരു വെയിറ്റിംഗ് പീരീഡ്, ഒരു ഡയറക്ടർ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളധികം ഒരുപാട് സിനിമകൾ, രാജു ഒരുപാട് സിനിമകൾ കഴിഞ്ഞു, ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു. പക്ഷേ എന്നിരുന്നാൽ പോലും സച്ചിയേട്ടൻ്റെ ഒരു ഡിവൈൻ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ട് ഇതിൽ. ആൻഡ് ഒരൊറ്റ ആളുടെ പെർസിവിയറൻസും ഉണ്ട്. ജയൻ നമ്പ്യാരെ ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും ഒരുപാട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഈ പടത്തിൽ അദ്ദേഹം പല സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ട് ഇത് റീവിസിറ്റ്, എത്ര പ്രാവശ്യമാണ് റീവിസിറ്റ് ചെയ്യുന്നത്, ഒരേ ഫുട്ടേജസ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം റീവിസിറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാ പടങ്ങളെക്കാളും ഒരു എനർജി ഈ സിനിമ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരികയാണ്. പടം കണ്ടു കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ പറയട്ടെ, ഏറ്റവും ഇപ്പോൾ വേറെ പടങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു സൈലന്റ് ആയിട്ട് ഈ പടത്തിന്റെ ആക്ടിവിറ്റീസും ഈ പടത്തിന്റെ പ്രോസസ്സും പോകുന്നുണ്ടായിരുന്നു സൈഡിൽ കൂടെ. അപ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ ടീമിനോട് പറയുന്നത് സംതിങ് ഇസ് ഹാപ്പനിങ് ആൻഡ് ഐ എം ട്രൂലി ഹാപ്പി വിത്ത് വാട്ട്സ് ദ ഫൈനൽ പ്രോഡക്റ്റ്. ഞാൻ ഒരുപാട് തള്ളാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഐ തിങ്ക് അയ്യപ്പനും കോശിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും വിലായത്ത് ബുദ്ധ ഞാൻ പറയുന്നത്. ആൻഡ് ദ ഷിയർ എഫേർട്ട് ദാറ്റ് ദ ടീം ഹാസ് പുട്ട് ഇൻ. ആൻഡ് രാജു, ഐ ഹാവ് നത്തിങ്, യു ഗൈഡഡ് മീ ത്രൂ ഔട്ട് മൈ കരിയർ രാജു, ആൻഡ് ഐ എം സോ ഹാപ്പി ഐ കുഡ് ഡു ദിസ് വിത്ത് യു. നിങ്ങൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഒരു പവർ ഹൗസ് പെർഫോമറെ ഈ പടത്തിൽ കാണും. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, തിലകൻ ചേട്ടനെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ സീ ഷമീൻ തിലകൻ in the most fascinating form in the film. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഉർവശി തിയേറ്റേഴ്സും സന്ദീപ് സേനനും സംഗീതും രഘു എല്ലാം ഈ പടത്തിൽ as producers what they must have gone through. Just imagine ഒരു പടം 4 വർഷമായിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ, അവരുടെ എക്സ്പെക്ടേഷൻസ്, they can't go to another film. So and ഭയങ്കര എന്താ പറയുക, നമ്മൾ we all just took for this film and Jayan Bhai's vision. And I want you to all come and watch this in theaters and be entertaining. Varsham, it's a very good way to close the year. And again, I would consider this as a celebration of perseverance. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല, ഇതൊരു 4 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ക്ലോഷറാണ്. And I'm so happy that I could be part of it. എൻ്റെ ടീം എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. We are in the final leg of finishing the film to make you all ഒരു entertaining cinema. Thank you so much. Thank you. Thanks a lot, Jakes ചേട്ടാ. യൂഷ്വലി രാജുവായിട്ട് നമ്മളടുത്ത് സംസാരിക്കുമ്പോഴാണ് സിനിമയെ പറ്റിയിട്ടുള്ളൊരു ഹുക്ക് ലൈൻ, മേ ബി ഈ സിനിമ കാണണം എന്ന് നമ്മൾ തോന്നുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പ് നമുക്ക് കിട്ടുന്നത് രാജുവേട്ടൻ്റെ വാക്കുകളിലാണ്. പക്ഷേ ഇന്ന് ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് സാറാണ്. അയ്യപ്പനും കോശിയും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. തിലകൻ ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും പറ്റിയൊരു സിനിമയായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് രണ്ട് കേട്ടാൽ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണും എന്നുള്ളത്. സോ താങ്ക് യു സോ മച്ച്. കാട്ടുരാസ പാട്ട് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ മോർ. താങ്ക് യു സോ മച്ച് ജെയ്ക്സ് ചേട്ടാ. Moving on, ladies and gentlemen, it's time for me to welcome the editor of the film Vilayat Buddha. നിറഞ്ഞ കൈഡി നൽകി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം Sri Srijit Sarang. With a big round of applause, ladies and gentlemen, let's accord a warm welcome to Sri Srijit Sarang. Sir, we would love to hear your valuable words. So happy to be a part of this project. After Janaganamana, ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്യുന്ന ഞാൻ രാജു ജെയ്ക്സ്. സോ പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. വീണ്ടും പടം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കേട്ടത്. താങ്ക്സ് എ ലോട്ട് വൺസ് അഗൈൻ സർ. And now, ladies and gentlemen, it's time for us to accord a very, very warm welcome to the writers of Vilayat Buddha. വേദിയിലേക്ക് എല്ലാവിധ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ബഹുമാനത്തോടുകൂടിയും സ്വാഗതം ചെയ്യുന്നു ശ്രീ GR Indugopal and ശ്രീ രാജേഷ് പിന്നാരൻ. Come on everyone, let's show our love. Yes. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിലായത്ത് ബുദ്ധ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമ വരുന്നത്. സോ റൈറ്റേഴ്സിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് വിലായത്ത് ബുദ്ധ? വിലായത്ത് ബുദ്ധ മനുഷ്യ സംഘർഷങ്ങളുടെ ഒരു കഥയാണ്.
അത് നമ്മൾ കടലാസിൽ എഴുതി പിടിപ്പിക്കുന്നത് പോലെ ഒരു കാഴ്ചയാക്കി അവതരിപ്പിക്കാനായിട്ട് എളുപ്പമുള്ള ഒരു ആയിരുന്നില്ല. അത് 4 വർഷത്തെ വലിയ പ്രയത്നമെടുത്തിട്ടാണ് ജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഈ സിനിമയെ ഒരു വലിയ വ്യാപ്തിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ഞാൻ കണ്ട കാഴ്ചയ്ക്ക് എത്രയോ വിപുലമായ വലിയ ഭൂമിക, വലിയ പ്രതലത്തിൽ, വലിയ വ്യാപ്തിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ കാഴ്ച ഞാൻ കണ്ടു. നിങ്ങൾക്കും അത് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നിർത്തുന്നു. വളരെയധികം നന്ദി സർ. We are getting lot of excitement by listening to the words of the crew of Vilayat Buddha. And now അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീ അലക്സ് ഇ കുര്യൻ സാറിനെയാണ്. Ladies and gentlemen, let's show all our love in welcoming Shri Alex E. Kurian sir. Sir, സംസാരിക്കുന്നുണ്ടോ? ഇല്ല, 2 വാക്ക്. നമസ്കാരം. ഈ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് കാലം വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കൊല്ലം വർക്ക് ചെയ്ത സിനിമയാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരും സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. അലക്സ് സാറിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്തപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു ആള് സംസാരിക്കുമോ? അപ്പോൾ സംസാരിക്കില്ല എന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞത്. പക്ഷേ ജെയ്ക്സ് ഏട്ടൻ പറയായിരുന്നു നല്ല സൗണ്ടാണ്, സംസാരിപ്പിക്കണം എന്ന്. ഓ, ജെയ്ക്സ് അടുത്ത പടത്തിൽ പാടുന്നുണ്ടല്ലേ? ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ട്രെയിലർ ലോഞ്ചിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഇനി സിനിമയുടെ കാസ്റ്റ് മെമ്പേഴ്സിനെയാണ് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് നൗ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം വൺ ആക്ടർ. ചെയ്ത എല്ലാ സിനിമയിലും തൻ്റേതായിട്ടുള്ള സിഗ്നേച്ചർ പതിപ്പിച്ച താരം തന്നെയാണ്. ആഫ്റ്റർ വാച്ചിങ് ഹിസ് ഫിലിം we will be talking about his dedication and his wonderful performance. Ladies and gentlemen, it's time for us to welcome Dhruvan on stage. Hi Dhruvan, congratulations. ഞാൻ പറഞ്ഞതുപോലെ ഏത് സിനിമ കാണുമ്പോഴും നമ്മളെല്ലാവരും പടം കണ്ടു കഴിഞ്ഞ് പറയുന്നതാണ് ധ്രുവൻ്റെ പെർഫോമൻസിനെ കുറിച്ച്, അതിന് വേണ്ടിയിട്ടുള്ള ധ്രുവൻ്റെ എഫേർട്ട്, ഡെഡിക്കേഷൻ എല്ലാം. സോ ഹൗ ആർ യു ഫീലിംഗ് നൗ ആസ് വി ആർ വെയിറ്റിംഗ് ഫോർ ദ റിലീസ് ഓഫ് വിലായത് ബുദ്ധ? താങ്ക് യു. ആദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിനും നമ്മളെ കാത്തു നിന്നതിനും ഒരുപാട് നന്ദി. എനിക്കറിയാം എന്നെയല്ല രാജുവേട്ടനെയാണെന്നുള്ളത് എനിക്കറിയാം, എന്നാലും നന്ദി. ഇതുവരെ ചെയ്യാത്ത ഒരു റോളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. റോൾ മാത്രമല്ല, അറ്റയറും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സിമ്പിളാക്കി അങ്ങ് നിർത്തിയല്ലേ? യെസ്, സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ എല്ലാവരെയും ഹാപ്പി ആക്കി, എക്സൈറ്റഡ് ആക്കി. താങ്ക് യു സോ മച്ച്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് യുവർ പെർഫോമൻസ് ഇൻ വിലായത് ബുദ്ധ. ഇതുവരെ ചെയ്യാത്ത റോൾ. ഓക്കെ, ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വി ആർ ഓൾസോ ഈക്വലി എക്സൈറ്റഡ് ടു വാച്ച് ദ പെർഫോമൻസ് ഓഫ് ധ്രുവൻ ഇൻ ദ ഫിലിം. മൂവിംഗ് ഓൺ, അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഏറ്റവും റീസെൻ്റ്ലി മിന്നൽ വള എന്ന പാട്ടിലൂടെ നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത പെണ്ണഴകിനെ തന്നെയാണ്. തൊട്ടപ്പൻ എന്ന സിനിമയിൽ കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ജൂറി മെൻഷൻ ലഭിച്ച ആക്ട്രസ് ആണ്. ആൻഡ് we have commented about her unique acting style in all the films she have been part of. Lulu Mall, shall we welcome Priyamada Krishnan on stage? നല്ലൊരു കൈഡി നൽകി തന്നെ പ്രിയമത കൃഷ്ണന്റെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സോ ഇൻ ദ ടീസർ ആൻഡ് ഓൾസോ കാട്ടിരാസ പാട്ടിലും നമുക്ക് ചെറുതായിട്ട് പ്രിയമതയുടെ റോൾ എത്രത്തോളം സ്ട്രോങ് ആണ്, എത്രത്തോളം യുണീക്ക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. സോ ഹൗ ആർ യു ഫീലിംഗ്? ആർ യു എക്സൈറ്റഡ് ഫോർ ദ റിലീസ് ഓഫ് ദ ഫിലിം? മോർ ദൻ എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ നേരത്തെ ജെയ്ക്സേട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു സെലിബ്രേഷൻ ഓഫ് പെർസീവിയറൻസ് തന്നെയാണ്. ആൻഡ് this project has been more than a dream come true for me. So firstly, thank you Jayan Cheta for trusting me. വിശ്വസിച്ച് എന്നെ ഇത്രയും അടിപൊളി ഒരു കഥാപാത്രം ഏൽപ്പിച്ചതിന് നന്ദി. താങ്ക് യു സന്ദീപ് ഏട്ട ഫോർ ട്രസ്റ്റിംഗ് മീ. താങ്ക് യു എവ്രിബഡി ഫോർ ട്രസ്റ്റിംഗ് മീ. ആൻഡ് നിങ്ങളെല്ലാവരും പോലും, ഞാനും 21 നവംബറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടം കാണണം, അഭിപ്രായം പറയണം. താങ്ക് യു. Thank you, thanks a lot. From the teaser itself, we have understood
ഓരോ ആക്ടേഴ്സും എത്രത്തോളം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി. അപ്പോൾ ഇനി സിനിമയുടെ റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. Now, before moving on to that one moment we all are waiting for, I have to welcome one more important person on stage. Ladies and gentlemen, on behalf of AVA Productions, with lot of happiness and welcome Mr. Janan on stage. നല്ലൊരു കാര്യം നൽകി മിസ്റ്റർ ജനൻ സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Yes sir, we would love to hear your valuable words. രണ്ട് വാക്ക്. How are you feeling? Excited ആണോ? നിങ്ങളെ പോലെ എല്ലാവരും പോലെയും we are also waiting for this movie. Thank you very much. That's for sure. എല്ലാവരും കട്ട വെയിറ്റിംഗ് തന്നെയാണ് സിനിമയുടെ റിലീസിനായിട്ട്. And now this is the part where I am the most excited about. പക്ഷേ വലിയൊരു ഇൻട്രൊഡക്ഷൻ നൽകി, വലിയൊരു ഹൈപ്പ് നൽകി നിങ്ങളുടെ എല്ലാവരുടെയും അറ്റൻഷൻ സ്റ്റേജിലേക്ക് സീക്ക് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. Without doing all of that, you will be screaming louder. We all will be screaming louder by just hearing his name. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുൻപ് ലുലു മോളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഗൂസ് ബംസ് അങ്ങ് ആകാശത്തേക്ക് എത്തിക്കുന്നതിനായി we are going to play a video through which we will be welcoming our star. Ladies and gentlemen, all eyes on the screen. മലയാള സിനിമയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ പറയാൻ പറ്റുന്നത് one name that we all Malayalis are proud of. Ladies and gentlemen, let's give it up for Prithviraj Sukumaran. നമ്മുടെ സ്വന്തം രാജുവേട്ടൻ, goosebumps. I'm just freezing out. നമ്മൾ ഈ സിനിമയിലേക്ക് വരാണെങ്കിൽ രാജുവേട്ടൻ ലുങ്കിയൊക്കെ എടുത്ത് വളരെ നാടൻ ലുക്കിലാണ്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റൈൽ കണ്ടോ, എൻ്റെ ഈ സ്റ്റൈലല്ലേ എന്ന് പറയുന്ന അതേ ഒരു മാസ് ഇഫക്റ്റ് തന്നെയാണ് ഇവിടെ. പിന്നെ എന്ത് പോകും, സ്റ്റൈലാണെങ്കിലും നാടൻ ലുക്കാണെങ്കിലും എന്തും ഓക്കെയാണ്. സോ കമ്മിങ് ടു ദ ഫിലിം, രാജുവേട്ടൻ്റെ ഒരു സിനിമ റിലീസ് ആകുമ്പോൾ അല്ലെങ്കിൽ അനൗൺസ് ആകുമ്പോൾ നമ്മൾ മലയാളികൾ വേറെ ഏതൊരു സിനിമയെ കാത്തിരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഒബ്സർവ് ചെയ്യാറുണ്ട്, അത് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. ബിക്കോസ് when you are a part of film, we know that ആ സിനിമയിൽ എന്തോ ഉണ്ട് എന്നുള്ളത്. അതേ ഒരു ആന്റിസിപ്പേഷനോട് കൂടി തന്നെയാണ് നമ്മൾ മലയാളികൾ എല്ലാവരും വിലായത്ത് ബുദ്ധയ്ക്ക് വേണ്ടിയും കാത്തിരിക്കുന്നത്. സോ ടെൽ us രാജുവേട്ടാ, how are you feeling and what is വിലായത്ത് ബുദ്ധ? നമസ്കാരം കൊച്ചി. ആദ്യം തന്നെ ഇത്രയും അധികം സമയം ഇവിടെ കാത്തു നിന്നതിന് ഒരുപാട് നന്ദി. ഞാൻ വൈകിയതല്ല, ഇവിടുന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് ഇതേ സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായി കുറച്ച് മീഡിയ ഇന്ററാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴത്തെയും പോലെ തീർക്കാം എന്ന് പറഞ്ഞ സമയത്ത് തീർന്നില്ല, അങ്ങനെ വൈകിപ്പോയതാണ്. പക്ഷെ താങ്ക് യു സോ മച്ച് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിന്നതിന്. ഇതൊരു വളരെ സ്പെഷ്യൽ സിനിമയാണ് ജയനും എനിക്കും, ഓഫ് കോഴ്സ് ഈ സിനിമയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും. ഞാൻ ഇന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞതുപോലെ ഒരു പാരലൽ റിയാലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ, മറ്റൊരു ലോകം പാരലലി എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്റ്റേജിൽ ഇന്ന് സച്ചിയും ഉണ്ടാകേണ്ടതായിരുന്നു. എന്നോട് ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ചും ഈ കഥാപാത്രത്തെക്കുറിച്ചും പറയുന്നത് സച്ചിയാണ് എന്നോട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ്, മോഹനൻ നീയാണ് എന്ന് പറയുന്നത്. സച്ചി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എന്നെ ഒന്നുകൂടി വിളിച്ച് ഉറപ്പല്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിനെന്താ സംശയം ചെയ്യും എന്ന് പറഞ്ഞ് എന്നാ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ കോളിൽ വെയിറ്റിംഗിൽ നിർത്തിയിട്ടാണ് ഇന്ദുഗോപനെ വിളിച്ചിട്ട് എനിക്ക് തരുമോ ഈ കഥ എന്ന് ചോദിക്കുകയും ഇന്ദു വളരെ സന്തോഷത്തിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സച്ചി തിരിച്ചെന്നോട് എല്ലാം ഫിക്സ്, നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ് പെട്ടെന്നൊരു ദിവസം ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. പക്ഷേ അങ്ങനെ ഒരു നിർഭാഗ്യകരമായ വിയോഗം സംഭവിച്ചതിന്റെ തുടർച്ചയായി ഈ സിനിമ ഏറ്റവും സ്വാഭാവികമായി എത്തിപ്പെടേണ്ടത് ജയന്റെ കയ്യിലാണ്. കാരണം ജയൻ സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടർ മാത്രമായിരുന്നില്ല, സച്ചിയുടെ ഒരു സഹോദരനും ഒരു സുഹൃത്തും, സച്ചിയുടെ എല്ലാം ആയിരുന്നു. ഒരു പക്ഷേ സച്ചിയുടെ ഈ സിനിമയുടെ വിഷൻ ഏറ്റവും നന്നായി ഈ സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയ വ്യക്തി ജയനാണ്. ജയൻ സച്ചിയുടെ മാത്രം അസോസിയേറ്റ് അല്ല, എന്റെയും അസോസിയേറ്റ് ആണ്. അപ്പൊ ഇറ്റ്സ് എ മൊമെന്റ് ഓഫ് പ്രൈഡ് ഫോർ മീ. എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ കോ ഡയറക്ടേഴ്സിലെ ഒരാൾ, അയാളുടെ ആദ്യത്തെ സ്വതന്ത്ര സിനിമാ സംരംഭം കേന്ദ്ര കഥാപാത്രം എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു. അത് ഇത്രയും മനോഹരമായി കൺസീവ് ചെയ്യപ്പെടുന്നു. അത്
നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തും ഗുരുതുല്യനുമായ സച്ചിക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ റിലീസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്ന ഒരു സമയമാണ്. ഇതിന്റെ നിർമ്മാതാവ് സന്ദീപ് സേനനും ഞാനും കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സാണ്. ആക്ച്വലി ഞങ്ങളെല്ലാം തിരുവനന്തപുരം ഗ്യാങ് ആണ്. സന്ദീപിന്റെ അച്ഛന്റെ പങ്കജ് ഹോട്ടലിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ട് കാശ് കൊടുക്കാതെ ബുഫേ കഴിച്ച് മുങ്ങി എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സേനനങ്കിൾ എന്നെ മോനെ പോലെയാണ് കണ്ടിരുന്നത്. ഇന്നും ആ സ്നേഹവും വാത്സല്യവും ഉണ്ട്. അങ്ങനെ ഒടുവിൽ സന്ദീപും ഞാനും പ്രൊഫഷണലി കൊളാബറേറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ശരിക്കൊരു ലൈഫിൻ്റെ ഒരു വലിയ ജേർണിയുടെ ഒരു ക്ലൈമാറ്റിക് ഇവന്റ് ആയിട്ടാണ് എനിക്കതിനെ പലപ്പോഴും തോന്നാറുള്ളത്. ജെയ്ക്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓഫ്കോഴ്സ് ജെയ്ക്സും ഞാനും ഒരുപാട് വർഷങ്ങളുടെ പരിചയമുണ്ട്. പക്ഷെ അയ്യപ്പനും ഘോഷിയും ചെയ്യുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ജെയ്ക്സ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിംഗ് ന്യൂ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ്. ഇന്ന് ഐ ക്യാൻ ഗ്യാരണ്ടി ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ബിറ്റ് ഓഫ് മ്യൂസിക്കോ പോലും കേൾക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് റെക്കോർഡ് തുകയ്ക്ക് ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കുന്ന ഒരവസ്ഥ അയാൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു. ആൻഡ് ഐ സ്റ്റിൽ ബിലീവ്, ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, ജെയ്ക്സിന്റെ ബെസ്റ്റ് ഇസ് സ്റ്റിൽ അഹെഡ് ഓഫ് ഹിം. ജെയ്ക്സിന്റെ ട്രൂ സ്പെക്ട്രം നിങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ആൻഡ് വാട്ട് ഈസ് ഡൺ ഫോർ വിലായത്ത് ബുദ്ധ, ഈ സിനിമയ്ക്ക് ജെയ്ക്സ് കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലേവർ, ഈ സിനിമയുടെ കഥയും പശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും ജെയ്ക്സ് മനസ്സിലാക്കിയിരിക്കുന്ന രീതി ഇസ് ട്രൂലി ഓ ഇൻസ്പയറിംഗ്. സോ താങ്ക് യു ജെയ്ക്സ് ഫോർ ഓൾ ദാറ്റ് യു ഹാവ് ഡൺ. ഇന്ദുവിന്റെ ആദ്യത്തെ കഥാപാത്രത്തിനല്ല എൻ്റെ മുഖം ആവുന്നത്. ഇതിനു മുമ്പ് കാപ്പയിൽ കൊട്ടമധുവായി ഞാൻ അഭിനയിച്ചിരുന്നു. ഇന്ദുവിന്റെ അവസാനത്തെ കഥാപാത്രവും ആയിരിക്കില്ല എൻ്റെതായി എൻ്റെ ഫിൽമോഗ്രഫിയിൽ വരുന്നത്. ഞാൻ ഭയങ്കര ഫാനാണ് ഇന്ദുവിന്റെ റൈറ്റിങ്ങിന്റെ. ഒരുപാട് കഥകളും വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ദുവിന്റെ അടുത്ത ഒരുപാട് ചിന്തകളും കഥാപാത്രങ്ങളും എന്നിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു. മോഹനന്റെ മുഖം എൻ്റെതായി തെളിഞ്ഞപ്പോൾ അതിന് സമ്മതം മൂളിയതിന് ഒരുപാട് നന്ദി. ശ്രീജിത്ത്, ഓഫ് കോഴ്സ് ശ്രീജിത്ത് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടെക്നീഷ്യൻസ് ഇൻ മലയാളം സിനിമ. ശ്രീജിത്ത് ഓഫ് കോഴ്സ് ഒരു ടോപ്പ് എഡിറ്ററാണ്. ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫൈനസ്റ്റ് കളറിസ്റ്റ് ദാറ്റ് ഐ ഹാവ് നോൺ. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ, അങ്ങനെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. സിനിമയുടെ എഡിറ്റിങ്ങും കളറിങ്ങും ഒരുമിച്ച് ചെയ്യുന്ന എത്ര ടെക്നീഷ്യൻസ് ഇന്ത്യയിലുണ്ടെന്ന് എനിക്കറിയില്ല. ആ രീതിയിലുള്ള റിയലി ഫൈൻ ടെക്നീഷ്യൻസ്, യങ് ടെക്നീഷ്യൻസ് വി ഹാവ്. ഗ്ലാഡ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഫിലിം. ഒരുപാട് പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകും. സംഗീത്, ഓഫ്കോഴ്സ് രാജേഷ്, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, മൈ കോ ആക്ടേഴ്സ് പ്രിയ, ധ്രുവൻ, അനു എന്നിവിടെ ഇല്ല. അവർക്കൊക്കെ ഉപരി ഷമിച്ചേട്ടൻ. ഇതിലെ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന മോഹനനും ഭാസ്കരൻ മാഷുമായി ഉള്ള ഒരു കെമിസ്ട്രിയാണ് ഈ സിനിമയുടെ ഫൾക്രം. അതിന് എന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ മികവിലൂടെ ഒരുപാട് സഹായിച്ചൊരു കോ ആക്ടറാണ് ഷമിച്ചേട്ടൻ. ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഷമിച്ചേട്ടനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഷമിച്ചേട്ടൻ പ്രായമായതിനു ശേഷമുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട്. എനിക്ക് ശരിക്കും തിലങ്കടകളിലെ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ ഷമിച്ചേട്ടനോട് തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നും എന്നാണ് എൻ്റെ വിശ്വാസം. 21-ാം തീയതി സിനിമ റിലീസാവുകയാണ്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു വലിയ യാത്രയുടെ പര്യവസാനമാണ്. ഈ സിനിമ 21-ാം തീയതി റിലീസാകുമ്പോൾ എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണം. അതാണ് മർമ്മപ്രധാനം. പക്ഷേ ഐ ഹോപ്പ് സംവെയർ സച്ചി ഈസ് സിറ്റിംഗ് ആൻഡ് വാച്ചിങ് ദിസ് ആൻഡ് ഹി ഫീൽസ് പ്രൗഡ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഒരുപാട് രാജുവേട്ട. നമ്മുടെ ടീച്ചറുടെ കമന്റ് സെക്ഷൻ രാജുവേട്ടൻ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ലൈക്ക് പീപ്പിൾ വർ മേക്കിംഗ് എ കമ്പാരിസൺ. ഓരോ സിനിമയിലും രാജുവേട്ടൻ അത്രത്തോളം വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് പ്രസന്റ് ചെയ്യുന്നത്. ടോട്ടലി ഡിഫറെൻറ്റ് ലുക്ക് ആയിരിക്കും. അപ്പോൾ ഇതിൽ ലുങ്കി കൊടുത്ത വളരെ തനി നാടൻ ലുക്കിൽ അത് കാണുമ്പോൾ പീപ്പിൾ വർ കമ്പയറിങ് ലൈക്ക് പാവാടയ്ക്ക് ശേഷമുള്ള തനി നാടൻ ലുക്ക്, കടുവയ്ക്ക് ശേഷമുള്ള ഒരു മാസ് ലുക്ക്. സോ ലൈക്ക് എന്ത് ചെയ്താലും അത് കൊതിയോടെ കാത്തിരിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ. ഐ ഹവ് ഗോട്ട് ഓൺലി വൺ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത്രയും സ്റ്റൈലായിട്ട് രാജുവേട്ടൻ സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. ഇഫ് വി പുട്ട് എ റിക്വസ്റ്റ്, അല്ലെങ്കിൽ ഇഫ് യു ആർ റിക്വസ്റ്റഡ് ഡബിൾ മോഹനൻ്റെ അതേ ലുക്കിൽ അതേ മേക്കപ്പിൽ ഒരു സ്റ്റേജ് അപ്പിയറൻസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ വിൽ ദാറ്റ് ബി എ യെസ് ഓർ നോ? എന്നെ കാണാൻ മുണ്ടിൽ ഇതിലും സ്റ്റൈലാണ് ആക്ച്വലി. ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ ജനറേഷനിലുള്ള ചെറുപ്പക്കാരിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരൊന്നും പറയാൻ പറ്റില്ല, 43 വയസ്സായി. എൻ്റെ ജനറേഷനിലുള്ള ആക്ടേഴ്സിൽ പൊതുവെ മുണ്ടും ലുങ്കിയും ഒക്കെ ഉടുക്കാൻ താരതമ്യേന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ്. പബ്ലിക് ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ സ്ലൈറ്റ്ലി അൺകംഫർട്ടബിൾ. അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഫോട്ടോ ഷൂട്ടൊക്കെ ഇട്ട് വരുന്നത്.
ഐ മീൻ ഡബിൾ മോഹനനായി ഇനിയും വരാൻ ഒരു അവസരമുണ്ടായാൽ തീർച്ചയായിട്ടും ഐ വുഡ് ലവ് ടു റീവിസിറ്റ് ദ ക്യാരക്ടർ. അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ. പക്ഷെ ഇത് എന്നെ ഡബിൾ മോഹനാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ നമ്മുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ മനുവിന്റെ ഒക്കെ വലിയ എഫേർട്ട് ഉണ്ട്. പ്രമോദ് എന്റെ മേക്കപ്പ് മാൻ്റെ ഒക്കെ വലിയ എഫേർട്ട് ഉണ്ട്. രാവിലെ ഞാൻ പോയി ആ കസേരയിൽ ഇരുന്നാൽ ഒരു മണിക്കൂറുണ്ട്. കാരണം അതിനകത്ത് ഒരുപാട് സീനുകളിൽ ഞാൻ ഈ ഇന്ന വെസ്റ്റും ലുങ്കിയും മാത്രം എടുത്തിട്ടുള്ള സീനുകളുണ്ട്. അപ്പോൾ എൻ്റെ കൈയും കാലും ഒക്കെ മേക്കപ്പ് ചെയ്യണം. അപ്പോൾ വലിയൊരു എഫേർട്ട് ഉണ്ട്. അത്ര എളുപ്പമല്ല. അത്ര എഫേർട്ട് ഇല്ലെങ്കിലും നാച്ചുറലി രാജുവേട്ടൻ്റെ ലുക്ക് ഉള്ളതുകൊണ്ട് വി വിൽ ബി ഹാപ്പി സീയിങ് യു ഇൻ എനി ലുക്ക്. ലുങ്കി എടുത്താലും സ്റ്റൈലാണെന്ന് രാജുവേട്ടൻ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണല്ലേ. താങ്ക് യു സോ മച്ച് രാജുവേട്ട. ആൻഡ് യെസ്, നമ്മൾ കാത്തിരുന്ന നമ്മുടെ സ്വന്തം രാജുവേട്ടൻ്റെ വാക്കുകളും നമ്മൾ അങ്ങനെ കേട്ടിരിക്കുകയാണ്. And now, ladies and gentlemen, coming to the most important part of the evening, we are now about to watch the grand trailer of Vilayat Buddha. And are you ready? Let me ask the same question to you here. Are you all ready? Yes, we have some more segments to be followed here, so we can be here either on stage or you can be seated. Yes, okay. You prefer to be down, yes. So we will be welcoming all our stars again after the launch of the trailer. Ladies and gentlemen, no more ado and no more delay. Here we are going to watch the trailer of Vilayat Buddha. വിലായത്ത് എനിക്കായിട്ട് അങ്ങേരോട് പോയി പറഞ്ഞേക്ക ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. And no doubt, having watched that trailer, we can't wait to see the film on theatre. November 21-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. So now, ladies and gentlemen, having watched the trailer, we have something even more special to be launched here. And അതിനു മുന്നേ നമ്മുടെ ഈ താരങ്ങളെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. റിക്വസ്റ്റിംഗ് the lovely cast and crew of Vilayat Buddha to kindly mark your valuable presence on stage. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ട്രെയിലർ ലോഞ്ചിന് ശേഷം മറ്റൊരു ലോഞ്ചിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. And I can say this is going to be a historic moment because ചരിത്രത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി തന്നെ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാനായി പോകുന്നത്. Ladies and gentlemen, for the first time in India, ഒരു മൂവിയുടെ ഓപ്പൺ വേൾഡ് ഗെയിം ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു ടീസർ ലോഞ്ചിലേക്കാണ് നമ്മൾ കടക്കുന്നത്. And this has been put together by Urvashi Theatres and Offline Human Studios. And for the official teaser launch of the open world game, let me seek the valuable presence of Mr. Sharad Ravi, founder and CEO, along with the presence of Mr. Karthik Suresh, co-founder and chief marketing officer of Offline Human Studios. ഇതിലേക്ക് സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. And of course, Rajweta, this moment would be incomplete without your presence. Rajwetane kude vedilekku swagatham cheyukayana to be a part of the launch of the teaser of the open world game happening for the first time in India. And yes, let's pay our close attention on the screen as we will be watching the official teaser launch right now, right here. This is a historic moment because ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു മൂവിയുടെ ഓപ്പൺ വേൾഡ് ഗെയിം, ladies and gentlemen, coming very soon to us. A big shout out to Sri Sharad Ravi and Karthik Suresh, the founder and CEO and co-founder and chief marketing officer. Thank you so much and a huge shout out. Thank you so much, Sharad sir and Karthik sir. Okay, രാജുവേട്ടൻ കുറേ അധികം നേരമായി താഴേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. പക്ഷേ
പോവാറായിട്ടില്ല. നമ്മളെല്ലാവരും രാജുവേട്ടനെ ഇങ്ങനെ കണ്ണിറയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റിക്വസ്റ്റിംഗ് എവറിബഡി ടു കൈൻഡ്ലി ഓക്യുപൈ ദ സെന്റർ ഓഫ് ദ സ്റ്റേജ്. അപ്പോൾ ഇനി രാജുവേട്ടനോടും വിലായത്ത് ബുദ്ധ സിനിമയുടെ ക്രൂ മെമ്പേഴ്സിനോടും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് കുറച്ച് പേര് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ഇൻട്രാക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫ്ലോർ നിങ്ങൾക്കായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഐ തിങ്ക് സം ഓഫ് യു ആർ റെഡി വിത്ത് യുവർ ക്വസ്റ്റ്യൻസ്. ആൻഡ് ആദ്യ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ്? വി ഹാവ് വെരി ലിമിറ്റഡ് ടൈം. അപ്പോൾ ഇത്രയും വേഗം തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മൈക്ക് ദയവായി ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യുക. യെസ്. നമസ്കാരം, എൻ്റെ ചോദ്യം രാജുവേട്ടനോടാണ്. എൻ്റെ പേര് സഫല്യ. സോ വിലായത്ത് ബുദ്ധയുടെ ട്രെയിലർ ആൻഡ് പോസ്റ്റർ കണ്ടപ്പോൾ രാജുവേട്ടൻ്റെ കൂടെ തിലകൻ സാർ നിൽക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും തോന്നിയായിരുന്നു. അപ്പോൾ ഈ ഒരു അച്ഛൻ്റെയും മകൻ്റെയും കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഇവർ തമ്മിലുള്ളൊരു സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അതെന്തൊക്കെയായിരുന്നു? സ്വാഭാവികമായിട്ട് അവരുടെ അപ്പിയറൻസിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഷമ്മിച്ചേട്ടൻ കുറച്ചുകൂടെ പ്രായമായപ്പോൾ ഒരു യങ് തിലകനങ്ങളുടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഷമ്മിച്ചേട്ടനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഷമ്മിച്ചേട്ടൻ കുറച്ച് പ്രായമായ ഒരു അപ്പിയറൻസ് ഉണ്ട്. ഓഫ്കോഴ്സ് അത് മേക്കപ്പാണ്. പക്ഷേ എനിക്ക് ആ അപ്പിയറൻസിൽ ഒരുപാട് തിലകനങ്കളിനെ ഓർമ്മ വന്നു. കാരണം ഞാൻ തിലകനങ്കളുടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലെ ഏറ്റവും ഞാൻ നല്ല സിനിമകളിൽ ഒന്നെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ റുപ്പിയിൽ കുറച്ചധികം നാളുകൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ തിലകനങ്കളിലുള്ള ക്യാരക്ടർ അപ്പിയറൻസും ഇതിൽ ഷമ്മിച്ചേട്ടൻ്റെ ഓൾഡ് അപ്പിയറൻസും എനിക്ക് സിമിലർ ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷമ്മിച്ചേട്ടൻ്റെ മുഖത്തും ഷമ്മിച്ചേട്ടൻ അഭിനയിക്കുന്ന രീതിയിലുമെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് തിലകനങ്കളിനെ ഓർമ്മ വന്നു. പിന്നെ ഓഫ് കോഴ്സ് ജനറ്റിക്കലി സിമിലാരിറ്റീസ് ഉണ്ടാവുമല്ലോ. ഷമ്മിച്ചേട്ടൻ്റെ ശബ്ദം, ഷമ്മിച്ചേട്ടൻ ചില സമയങ്ങളിൽ ചില ഡയലോഗ്സ് ത്രോ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് തിലകനങ്കളിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ കഥാപാത്രത്തിനുമുണ്ട് ഒരു തിലകനങ്കൾ വൈബുണ്ട് ഈ കഥാപാത്രം. ഈ ഒരു പക്ഷേ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഭാസ്കരൻ മാഷ് തിലകനങ്കളായിരുന്നതിന് എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. മോഹനൻ മറ്റാരെങ്കിലും ആയിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നു ഭാസ്കരൻ മാഷ് ഉറപ്പായിട്ടും തിലകനങ്കളായിരുന്നതിന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ലൈക്ക് ഐ സെഡ്, ഞാൻ ഈ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് നമ്മൾ ടെയിലൻഡ് ഷൂട്ട് ചെയ്യാൻ ഒന്നുകൂടെ മറയൂർ പോയപ്പോൾ ഞാൻ ഷമ്മിച്ചേട്ടനോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഷമ്മിച്ചേട്ടൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഷമ്മിച്ചേട്ടൻ്റെ സിനിമകളിൽ ഐ ട്രൂലി ബിലീവ് ദിസ് ഇസ് ഹിസ് ഫൈനസ്റ്റ് പെർഫോമൻസ്. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ഓഫ് യു വാച്ചിങ് വാട്ട് ഹി ഈസ് ഡൺ. ഹായ്, എൻ്റെ പേര് ആർച്ച. എൻ്റെ ക്വസ്റ്റ്യൻ ജെയ്ക്സ് ബിജോയ് ചേട്ടനോടാണ്. അപ്പോൾ ഈ ജെയ്ക്സ് ബിജോയ് പൃഥ്വിരാജ് കോംബോയിൽ വരുന്ന എല്ലാ സോങ്സും സൂപ്പർ ഹിറ്റാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു സക്സസ് ഫോർമുല എന്താണെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാമോ? സക്സസ് ഫോർമുല എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ മിന്നലഴകെ എന്ന് പറഞ്ഞതിൻ്റെ ഒരു പാട്ടുണ്ട് 2007 റിലീസ് ചെയ്ത സോങ്. അപ്പോൾ ആ സോങ്ങിൻ്റെ സമയത്ത് വിനീത് ശ്രീനിവാസിൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ സന്ദർഭമാണ്. വിനീത് ഞാനിവിടെ ആദ്യം പോയി ഗസ്റ്റ് അപ്പിയറൻസ് ചോദിക്കുന്ന പൃഥ്വിരാജിനോടാണ്. അന്ന് ഞങ്ങൾക്ക് അതെന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ചെയ്തു തന്നെ. അന്ന് തുടങ്ങിയ പിന്നെ എനിക്ക് തോന്നി എൻ്റെ കരിയറിലെ ഒരു വലിയ വഴിത്തിരിവായിട്ട് സിനിമയാണ് രണം. എന്തോ എനിക്കറിയില്ല, എൻ്റെ ത്രൂ ഔട്ട് ദ ജേർണി രാജുസ് എന്നെ എപ്പോഴും ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ സിനിമയിലും എൻ്റെ മാക്സിമം എഫോർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ രാജുവിൻ്റെ സിനിമയാകുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും മൊത്തത്തിലുള്ള സിനിമയുടെ ഒരു വൈബ് അനുസരിച്ച് അത് കുറച്ചുകൂടെ ആംപ്ലിഫൈ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും വിലായത്ത് ബുദ്ധ. രാജുട്ടാ നമസ്കാരം. ഇപ്പം പടത്തിൻ്റെ ടീസറിലും അല്ലെങ്കിൽ സോങ്സിലാണെങ്കിലും പുഷ്പ റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കോളായിട്ട് തോന്നി. കാരണം രണ്ട് ക്യാരക്ടേഴ്സും ഭയങ്കര സിമിലറാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡബിൾ മോഹനെ പുഷ്പ ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനൊരു സിമിലാരിറ്റി ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻസ് രാജുവിട്ട് എടുത്തിട്ടുണ്ടോ? സത്യത്തിൽ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യപ്പെടുമ്പോൾ സച്ചി എന്നോട് ഈ സിനിമയെക്കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല. പുഷ്പ പാർട്ട് 1 പോലും റിലീസായിട്ടില്ല. അപ്പം അന്ന് ഇതുപോലെ മറ്റൊരു ചന്ദന കള്ളക്കടത്തുകാരൻ്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും അതിങ്ങനെ ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനായി മാറുമെന്നും ഒന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല. നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഒരു യാത്രയുടെ പര്യവസാനം വിലായത്ത് ബുദ്ധയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോൾ പുഷ്പ 1ഉം 2ഉം റിലീസായി. പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേജായി മാറിക്കഴിഞ്ഞു.
അപ്പോൾ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് അറിവില്ലാത്തവർ ഇതിൻ്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും. ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ്. സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ്. സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല ചിലപ്പോൾ. ഇത്തരത്തിലൊരു ഒരു ഒരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളക്കടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിൽ ഉണ്ടെന്നും ഉള്ള കാര്യം ഞങ്ങളായിട്ട് തന്നെ അക്നോളജ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറിൻ്റെ ഒരു നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല. അത് ഇല്ല, ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഹായ് രാജേട്ട, കഴിഞ്ഞ വർഷം ആടുജീവിതം ഇറങ്ങിയപ്പോൾ അതും ഒരു പുസ്തകമായിരുന്നു സിനിമയായത്. ഇത്തവണ വീണ്ടും ഒരു പുസ്തകം സിനിമയാവുകയാണ്. കഴിഞ്ഞ വർഷം വലിയൊരു ട്രാവലായിരുന്നു. ഫിസിക്കൽ ചേഞ്ച് ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. വിലായത്ത് ബുദ്ധയിലും ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ കുറേ വർഷം നീണ്ടു നിന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്കൊപ്പമുള്ള ട്രാവൽ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2020 ആണ് ഈ സിനിമയെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്നതും പിന്നീട് ആ സമയത്ത് കോവിഡ് വരികയും സിനിമാ വ്യവസായം തന്നെ ഒരു വലിയ കാലയളവിന് നിന്ന് പോവുകയും ഞാൻ ആടുജീവിതം എന്ന സിനിമ പൂർത്തീകരിക്കാൻ വീണ്ടും രണ്ടാമത് ജോർഡനിലേക്കും അൽജീരിയയിലും ഒക്കെ പോകേണ്ടി വരികയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമ തുടങ്ങാൻ ഒരുപാട് വൈകി. അൺഫോർച്ചുനേറ്റ്ലി ഇവൻച്വലി ഈ സിനിമ തുടങ്ങി ഇതിൻ്റെ ആദ്യത്തെ സ്കെഡ്യൂളിൽ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് എനിക്കൊരു ഇതിലൊരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്തതിൻ്റെ ഇടയിൽ ഒരു അപകടം സംഭവിച്ചത്. അപ്പോൾ ആ ഒരു ഇഞ്ചുറിയുടെ നേച്ചർ കാരണം 18 മാസത്തോളം ഇനിയും ആക്ഷൻ അങ്ങനെ മറ്റു കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു വളരെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു വലിയ കാലയളവ് ഈ സിനിമ ഡോർമെൻ്റ് ആയി നിന്നത്. പക്ഷേ താങ്ക്ഫുള്ളി എനിക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ടും ഒരുപക്ഷെ ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന കൊണ്ടും ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റി. ഞങ്ങൾ തിരിച്ചു വന്ന് വിലായത്ത് ബുദ്ധയിലെ ആക്ഷൻ സീക്വൻസുകളെല്ലാം ഷൂട്ട് ചെയ്തു. എങ്ങനെ ആ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു, ജയനും ഞാനും സ്വപ്നം കണ്ടിരുന്നു, അത് ആ തരത്തിൽ തന്നെ ഞങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ മനസ്സിൽ കണ്ട വിലായത്ത് ബുദ്ധ എന്ന സിനിമ നിങ്ങൾക്കും ഇഷ്ടപ്പെടട്ടെ, നിങ്ങളും അതുമായി റെസനേറ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ രാജേട്ട. രാജേട്ട ഇപ്പം മലയാള സിനിമ റിലീസുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഇപ്പം രാജുവേട്ടൻ്റെ വെൽക്കം വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മൾ കുറേ റീവിസിറ്റ് ചെയ്തു രാജുവേട്ടൻ്റെ പല റോൾസും. രാജുവേട്ടൻ്റെ ഒരു ആഗ്രഹമുണ്ട് ഒരു മൂവി റിലീസ് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് ഇറ്റ് ബി? ഒരുപാട് സിനിമ നമ്മൾ അഭിനയിച്ച സിനിമകളോട് നമുക്ക് എപ്പോഴും ഒരു പ്രത്യേക മമത ഉണ്ടാവില്ല. സോ ഐ വിൽ പിക്ക് എ ഫിലിം ദാറ്റ് സ്പെഷ്യൽ നോട്ട് ജസ്റ്റ് ഫോർ ദ ഫിലിം, പക്ഷേ ആ സിനിമ ഉണ്ടായ ഒരു രീതിയൊക്കെ കാരണം ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫിലിം ഫോർ മീ. മേ ബി വർഗം. രാജുവേട്ടാ നമസ്കാരം. ഇവിടെ ഞാൻ തീർച്ചയായിട്ടും വിലായത്ത് ബുദ്ധയുടെ ലോഞ്ചിനൊപ്പം തന്നെ ഇരട്ടി മധുരം എന്നോണം നമ്മൾ ആഘോഷിക്കുന്ന ഒന്നും കൂടിയാണ് രാജമൗലി ചിത്രം. കുംഭയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പൃഥ്വിരാജൻ സുകുമാരനോട് പുറത്തു വന്നു കഴിഞ്ഞു. ഞാൻ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന് സാക്ഷാൽ രാജമൗലി പറയുന്ന ഒരു സമയം കൂടിയാണ്. എപ്പോഴും ഈ പ്രശംസകൾക്കൊപ്പം തന്നെ വരുന്ന വിമർശനങ്ങളെയും വളരെ ലളിതമായിട്ട് മറികടക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ബീയിങ് മോഹൻലാൽ ഈസ് നോട്ട് ഈസി എന്നുള്ളത്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബീയിങ് പൃഥ്വിരാജ് ഈസ് നോട്ട് ഈസി എന്നുള്ളതാണ്. അപ്പോൾ ബീയിങ് പൃഥ്വിരാജ് ഈസ് നോട്ട് ഈസി ആണോ, അത് ആക്ച്വലി കുറച്ച് ഡിഫിക്കൽട്ടാണോ? ഐ ഡോണ്ട് നോ. എന്നെ വളർത്തിയത് നിങ്ങളാണ്. അതുകൊണ്ട് എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് ലുലു മോളിൽ വരുമ്പോൾ ഇത്രയും ജനം കൂടി നിൽക്കുന്നത് എന്നോടുള്ള സ്നേഹവും എന്നിലുള്ള പ്രതീക്ഷയും കാരണമല്ലേ. അപ്പോൾ എന്നെ വിമർശിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. ഞാൻ മോശമായാൽ മോശമാണെന്ന് പറയാനും എന്നിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എന്നെ വളർത്തിയ മലയാള സിനിമാ പ്രേക്ഷകർക്ക് തന്നെയാണ്. സോ ഐ ടേക്ക് ഇറ്റ് വിത്ത് ഓൾ റെസ്പെക്ട്. യു ആർ ഫ്രീ ടു ക്രിട്ടിസൈസ് മീ. ഞാൻ ഐ കീപ് ട്രൈങ്. ഞാൻ എപ്പോഴും ഒരു സത്യം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. ഒരു ലെസ് ദാൻ 100% എന്നുള്ളൊരു രീതിയിൽ ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യില്ല. എൻ്റെ പരിമിതമായ കഴിവുകൾ 100% അപ്ലൈ ചെയ്തിട്ട് വേണം എല്ലാ സിനിമയും ചെയ്യാൻ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് ഞാൻ പരമാവധി ഐ വിൽ ട്രൈ. ബിക്കോസ് രാജമൗലി സാറിൻ്റെ സിനിമ ഇൻഫാക്ട് നാളെയാണ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച്. സോ ഇനി ആ സിനിമയെക്കുറിച്ച് ഇനിയും സംസാരിക്കാൻ സമയമുണ്ടല്ലോ. അതിൻ്റെ റിലീസ് സമയമൊക്കെ ആകുമ്പോൾ there will be a lot of venues where we can speak about that film. അപ്പം അന്നാവട്ടെ.
ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സച്ചി സാറ് തുടങ്ങി വെച്ചൊരു പ്രൊജക്റ്റാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഏതെങ്കിലും വേളയിൽ സച്ചി സാറിന് ഓർമ്മ വന്ന ഏതെങ്കിലും ഒരു മൊമെൻറ്റ് ഒന്ന് ഷെയർ ചെയ്യാം. സച്ചിക്ക് അങ്ങനെ ഷൂട്ടിംഗ് വേണമെന്നില്ല, അത് ഓർമ്മ വരാൻ. സച്ചി ഞാനങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഉള്ളൊരു ആളല്ല. സിനിമാ മേഖലയിൽ നിന്നും അങ്ങനെ വലിയൊരു സുഹൃത്ത് വലയം ഒന്നും ഒരാളും അല്ല ഞാൻ. അപ്പോൾ എനിക്ക് ഒരു ഫ്രണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചുരുക്കം ചില വ്യക്തികൾ ഒരാളായിരുന്നു സച്ചിൻ. സച്ചിൻ ഞാനും അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ ചെയ്തിരുന്ന, എല്ലാ കൊല്ലവും ഓരോ സിനിമകൾ ചെയ്തിരുന്ന കൊളാബറേറ്റേഴ്സ് ഒന്നുമല്ല. ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്ന, എല്ലാ ഞായറാഴ്ചയും വിളിച്ചു, അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഐ ജസ്റ്റ് ന്യൂ ദാറ്റ് ഹി വാസ് ദെയർ ഫോർ മീ ആൻഡ് ഹീ ന്യൂ ദാറ്റ് ഐ വാസ് ദെയർ ഫോർ ഹിം. സച്ചിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ, സച്ചിക്കൊരു ക്രൈസിസ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാം എന്ന് തോന്നുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു സച്ചിൻ. ആൻഡ് ഐ മിസ് ദാറ്റ്, ഐ മിസ് ഹിം. ആൻഡ് അത് വിലായത്ത് ബുദ്ധയുടെ ഷൂട്ടിംഗ് ഉള്ളതല്ല. ഐ റിയലി വിഷ് ഹി വാസ് ഹിയർ. അത് എന്നെ വെച്ച് ഇനി ഒരു സിനിമ പോലും ഇനി ഒരിക്കലും സച്ച് ചെയ്യില്ലെങ്കിലും ഐ സ്റ്റിൽ വിഷ് ഹി വാസ് ഹിയർ. താങ്ക് യു സോ മച്ച് രാജുവേട്ട. അവിടുന്ന് കുറേ പേര് കുറച്ച് നേരമായിട്ട് ഹായ് തരുന്നുണ്ട് രാജുവേട്ട. അതിന്റെ കൂടെ ഇപ്പൊ എനിക്ക് ക്രൗഡിൽ നിന്ന് കിട്ടിയതാണ് രാജുവേട്ട ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഫ്രം അഭിഷേക് അല്ലേ? താങ്ക്സ് അലോട്ട് രാജുവേട്ട. അപ്പോൾ യെസ്, ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നേ ഐ തിങ്ക് ജയൻസ് ഹാവ് ഗോട്ട് സംതിങ് മോർ ഇമ്പോർട്ടൻറ്റ് ടു സേ. അല്ല, ഈ സിനിമ ഈ രീതിയിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർത്തിയാക്കാൻ എൻ്റെ കൂടെ നിന്ന എൻ്റെ സർവം സംവിധായകരുണ്ട് ഇവിടെ. അവരൊന്ന് സ്റ്റേജിലേക്ക് വിളിക്കും. കിരൺ, വിനോദ്, അർജുൻ, അബ്രു, പ്രജ്വൽ, എല്ലാവരും ഇവരുടെ കൂടെ വലിയൊരു പ്രയത്നമാണ് ഈ സിനിമ. Thank you so much. So we have one more important moment to be celebrated here. Raju and especially for Vilayat Buddha, we would like to present a memento from our lovely sponsors. Here grand trailer launch ഇത്രത്തോളം ഗംഭീരമാക്കാനായിട്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ sponsors memento സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. With lot of happiness welcoming Mr. Gomes Benchmark, the renowned art director and brand strategist from Fira Food Flavor of India. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Requesting everyone else to kindly join together. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് പെട്ര പ്രീമിയം സ്റ്റീൽ ഡോസിന്റെ പാൻ ഇന്ത്യ ഹെഡ് മിസ്റ്റർ മുഹമ്മദ് ഷാനദ് സാറിനെയാണ്. This is from Petra Premium Steel Doors. ഇന്ത്യയിലെ തന്നെ പ്രമുഖ സ്റ്റീൽ ഡോസ് ബ്രാൻഡായ പെട്ര പ്രീമിയം സ്റ്റീൽ ഡോസ്. അടുത്തതായി ഒരു പക്ഷേ കൂടുതൽ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റിന്റെ ഡയറക്ടേഴ്സിനെയാണ്. We all know വിലായത്ത് ബുദ്ധയുടെ ഗ്രാൻഡ് ട്രെയിലർ ലോഞ്ച് ഇത്രത്തോളം സക്സസ്ഫുൾ ആകുന്നതിനായിട്ട് എല്ലാവിധ എഫേർട്ടും നൽകി ഇതിനായി പ്രവർത്തിച്ച രണ്ടുപേരാണ് the directors മുഹമ്മദ് സജാസ് and Mr. നിതിൻ മോഹൻ. Ginger Media Entertainment on floor. Thank you so much. So now official ceremonies namalellam almost conclude aayirikana. Requesting everyone to join together for a group picture. That's an absolute fan moment. So, Vilayat Buddha Cinemയുടെ ട്രെയിലർ ലോഞ്ച് ഇവന്റ് ഒഫീഷ്യലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുകയാണ്. അതിനു മുന്നേ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് പിക്ചർ കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. Everyone together for one final picture. Very quickly we can click this and we can draw close to the trailer launch event of Vilayat Buddha. Ladies and gentlemen, this is Urvashi Theatres, AVA Productions, Ginger Media presenting Fira Food Flavor of India and Petra Premium Steel Doors Vilayat Buddha trailer launch event powered by Aqua Star.
So now everyone can pose together and everyone can smile. എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്നു. ചിരിക്കൂ, come on, smile, relax. Thank you so much. So like we mentioned, നവംബർ 21-ാം തീയതി സിനിമ റിലീസ് ആവുകയാണ്. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിനായിട്ട് മലയാളി പ്രേക്ഷകരെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. Lights, Jakes, Biju is set on stage. This is a celebration of perseverance. സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് മാത്രമല്ല, നമ്മൾ മലയാളി പ്രേക്ഷകർ എല്ലാവരും ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് വിലായത്ത് ബുദ്ധ, ആസ് ഇറ്റ് വാസ് എ ഡ്രീം പ്രോജക്റ്റ് ഓഫ് ശ്രീ സച്ചി. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാനുള്ള നമ്മളെല്ലാവരുടെയും ആവേശം ഒരു അല്പം കൂടുതൽ തന്നെയാണ്. And we don't have to wait any longer because the film is getting released on November 21, ladies and gentlemen. ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ പോയി കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. Wishing all the very best to all the cast and crew of the film Vilayat Buddha. And now, with a happy heart, here we are drawing an official close to Urvashi Theatres, AVM Productions, Ginger Media presents Fira Food Flavor of India, Petra Premium Steel Doors, the grand trailer launch event of Vilayat Buddha, powered by Aqua Star. ഇത്രയും നേരം വിലായത്ത് ബുദ്ധ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനായിട്ട് ഇവിടെ കാത്തുനിന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി അറിയിക്കുകയാണ്. You all waited very long and you just made this event even more splendid with your energy and vibrance. ഇത്രത്തോളം എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആയി നമ്മുടെ കൂടെ നിന്നതിൽ we are truly grateful. So thank you so much, ladies.